നമസ്കാരം. പോലീസ് ആക്ഷൻ സീറോ ആകുമ്പോൾ പ്രണയത്തിൻ്റെ വില മരണം എന്നാകും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരളത്തിൽ അടുത്തിടെ രണ്ടാമതൊരു ദുരഭിമാന കൊല കൂടി. കീഴ്ജാതിയിൽപ്പെട്ടയാളെ പ്രണയിച്ചതിന് ആതിര എന്ന പെൺകുട്ടിയെ പിതാവ് കുത്തി വീഴ്ത്തിയ സംഭവം നടന്നിട്ട് അധികമായിട്ടില്ല. പ്രണയിച്ചു വിവാഹം കഴിച്ചതിന് ദളിത് ക്രിസ്ത്യാനി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയുടെ സഹോദരനും കൂട്ടാളികളും തല്ലിക്കൊന്നതാണ് കേരളത്തെ വീണ്ടും നടുക്കിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ അറിവോടെയാണ് കൊലപാതകമെന്ന് പെൺകുട്ടി. നവോത്ഥാനം മഞ്ചലേറി വന്നുവെന്ന് നാം അവകാശപ്പെടുന്ന സാക്ഷര കേരളത്തിലാണ് ഇതെല്ലാം അരങ്ങേറുന്നത് എന്നത് ലജ്ജാകരം തന്നെ. തമിഴ്നാട്ടിലും മറ്റ് ഉത്തരേന്ത്യൻ നാടുകളിലും നടക്കുന്ന ദുരഭിമാന കൊലകളുടെ കേരള പതിപ്പിന് ഇരയായത് പ്രണയിച്ച് വിവാഹം കഴിച്ച നീനുവിൻ്റെ സ്വന്തം കെവിൻ ജോസഫ്. ഇന്ന് ഒരു കണ്ണീർ പുഴ. സാധാരണ നിലക്ക് നമ്മുടെ ഇതുപോലുള്ളൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരള സമൂഹത്തിൽ നാം വർഷങ്ങളോളം നടത്തിയ സാമൂഹ്യ പരിഷ്കരണത്തിൽ കൂടി അടിച്ചോടിച്ച അനാചാരങ്ങളും ദുരാചാരങ്ങളും ജാതി വിദ്വേഷവും ജാതിപരമായിട്ടുള്ള ദുരഭിമാനവും സാമ്പത്തികമായ ദുരഭിമാനവും എല്ലാം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാനേമ്പിയ ചാറും ചെറവും മധുവല്ലേ കേരളം അക്ഷരാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പ്രാന്താലയമായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം പൊത്തിയ പൊക്കാളിക്കര, നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച. നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ. കെവിനെ തട്ടിക്കൊണ്ടുപോയതായി കാണിച്ചു നൽകിയ പരാതി കോട്ടയം ഗാന്ധിനഗർ പോലീസ് അവഗണിച്ചു. രക്ഷപ്പെട്ടു വന്ന് കൂട്ടാളി വിവരം നൽകിയിട്ടും അനങ്ങാത്ത പോലീസ് നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതികൾക്ക് പോലീസിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ആരോപണം ഉണ്ട്. മിസ്സിംഗ് പരാതി കിട്ടിയാൽ ചട്ടപ്പടി പണിയെടുക്കുന്ന പോലീസിൻ്റെ അനങ്ങാപ്പാറ നയം മൂലം കോവളത്ത് ഒരു വിദേശ വനിത കൊല്ലപ്പെട്ടിട്ട് അധികമായിട്ടുമില്ല. ഞാൻ രാവിലെ 6 മണിയായപ്പോൾ സ്റ്റേഷനിൽ ചെന്നാണ്. ഉച്ചയായപ്പോൾ ഈ സാർ വന്ന പിന്നെയാണ് അവിടെ എന്തെങ്കിലും ഒരു കാര്യം നീങ്ങിയത്. പോലീസ് ഇടപെടലുണ്ടായിരുന്നെങ്കിൽ മകൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കൊട്ടേഷ സംഘത്തെ യാത്രാമധ്യേ പിടിക്കാൻ കഴിയുമായിരുന്നു. ആ പെൺകുട്ടി കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് SI പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കാൻ ഉള്ള തിരക്കിലാണ് ഞാൻ പിന്നെ വരാൻ പറഞ്ഞ് അവരെ മടക്കുകയാണ് ചെയ്തത്. ഗുരുതരമായ ഒരു കൊലപാതകമാണ്. വെറും കൊലപാതകമല്ല, ഗുരുതരം കണ്ണ് ചൂഴ്ന്നെടുത്ത് മനുഷ്യത്വമില്ലാതെ നടത്തിയ ഈ കൊലപാതകം ഉണ്ടായതിൻ്റെ മുഖ്യ പ്രതി കേരള പോലീസാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. പോലീസിനെ കുറിച്ച് പരാതികൾ ഉണ്ടായാൽ ആ പരാതികളുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവത്തോടെ അന്വേഷിക്കുക എന്നതാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മാത്രമല്ല കർക്കശ നടപടിയും അക്കാര്യത്തിൽ സ്വീകരിച്ചു പോകും. പോലീസ് എന്ന വാക്കിന്റെ ആദ്യത്തെ ആൽഫബറ്റ് P. പൊളൈറ്റ്നസ്, മര്യാദ. അതാണ് ജനങ്ങളോട് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത്. പോലീസിന്റെ ഭാഗത്ത് പാളിച്ച തെറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തണം. കാക്കിക്കുള്ളിലെ ക്രിമിനലിനെ അല്ല, സത്യസന്ധനായ നിയമപാലകനെയാണ് ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും ആവശ്യം. പോലീസിന്റെ നടപടിക്ക് ഒരു മാപ്പ് വഹിക്കുന്നില്ല. നടപടി സ്വീകരിക്കാത്ത എല്ലാ പോലീസുകാർക്കെതിരായിട്ടും
മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണം. ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു. അറപ്പും ഭീതിയും അവിശ്വാസവും നിറഞ്ഞ കണ്ണുകളിലൂടെ ജനം നിങ്ങളെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടാവാം, എങ്കിലും ഒരു വലിയ പരിധിവരെ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. ഒരു പരിഷ്കൃത കേരളത്തിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കേരളീയരുടെ മുഴുവൻ തലകുനിഞ്ഞ ഒരു സംഭവമാണ്. ലോക്കപ്പ് മരണത്തിന് സാക്ഷി പറഞ്ഞവനെ വകവരുത്താൻ നാലാംകിട ഗൂണ്ടകളെ പോലെ സബ് ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസുകാരുടെ നാടാ ദൈവത്തിന്റെ സ്വന്തം നാട്. ഗവൺമെന്റ് ഒരിക്കലും തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. അതിനെതിരെ കേസെടുക്കുകയും കർശനമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെ ഇറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കാതിരിക്കാം, പക്ഷേ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ശക്തമായ നടപടികൾ എടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. DGPയോട് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തിനാണോ ഇയാൾ അവിടെ പോയില്ല എന്ന ആ സമയത്ത് അതോട് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയ ശേഷം ഞങ്ങൾ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടോ. ലെറ്റ് മീ ഗെറ്റ് ദിസ് ഓർഡർ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ അകത്ത് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് കിട്ടിയാൽ if the SI has not acted, we will take strong action. Don't worry about that. I pity not you but this attire, this uniform. പൊതുഖജനാവിന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. അതെ, ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് തന്നെയാകണം പോലീസിൻ്റെ ആദ്യ പരിഗണന, അല്ലാതെ VIP-കളെ സംരക്ഷിക്കൽ മാത്രമല്ല. പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ പോയതുകൊണ്ടാണ് തനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സുരക്ഷ എന്തിനാണ്? 15 വണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത്. ഇതന്നെ ഇത് രാജഭരണം വല്ലതുമാണോ? നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പോലീസ് കാണിക്കേണ്ട ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുക തന്നെ വേണം. അതിൽ മുഖ്യമന്ത്രിയുടെ യാത്രയോ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷയോ ഒരു പ്രശ്നമായിട്ട് വരുന്നേയില്ല. റൂട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു. പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ട. എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല. എസ്കോർട്ടും ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലി ഉള്ളതിനാൽ അത് കഴിഞ്ഞ് പരാതി അന്വേഷിക്കാമെന്ന് കോട്ടയം ഗാന്ധിനഗർ പോലീസാണ് കെവിന്റെ ബന്ധുക്കളോട് പറഞ്ഞത്. ഇതേക്കുറിച്ച് ഉയർന്ന പരാതിയെക്കുറിച്ച് ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചോദ്യവും പരാതിയുമെന്നായി പതിവ് പോലെ മുഖ്യമന്ത്രി പിണറായി. മേലേന്ന് ചോദിക്കാൻ നിർദ്ദേശിച്ചിട്ടാണ് ഈ ചോദ്യങ്ങളെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. അതൊരാശ്ചര്യകരമായ വർത്തമാനമാണ്. ഏത് ചാനലിൽ നിന്നാ? ഇത് പിന്നെ CM-ന് പരാതി ഒരുക്കിയത് കൊണ്ട് കുറ്റവാളികൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് കണ്ടുപിടുത്തം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണിത്. ഇവിടെ അല്ല, ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. എന്താ ഇത്ര വേവരാതി? ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ചോദിച്ചല്ലോ, അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അതിനെന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നു? ചോദ്യത്തിന് മറുപടി പറയട്ടെ കേട്ടാ. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത് കൊണ്ടാണ് ഈ പറഞ്ഞ കൊലപാതകം നടന്നതെന്നാണ് കണ്ടുപിടുത്തം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം വന്നത്. അത് അത്യന്തം ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇതിനെ അപലപിക്കുവാനോ ശക്തമായ നടപടി സ്വീകരിക്കാനോ അദ്ദേഹം തയ്യാറാകുന്നതിന് പകരം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് ശരിയായ നടപടിയാണോ? നമ്മൾ ആലോചിക്കണം. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം വളരെ അരോചകമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടർച്ചയായി വീഴ്ച മാത്രം സംഭവിക്കുന്ന കേരള പോലീസ് വെറും ആക്ഷൻ സീറോ പോലീസ് ആവുകയാണ്. സർക്കാരിൻ്റെ തുടക്കകാലത്ത് പ്രധാനപ്പെട്ട പല കേസുകളിലും മുഖം നോക്കാതെ പ്രതികളെ പിടിച്ചും നടപടി സ്വീകരിച്ചും ലഭിച്ച സൽപ്പേരാണ് ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് കളഞ്ഞ് കുളിക്കുന്നത്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതാണ് ഇപ്പോൾ കേരള പോലീസിന് ചേരുന്ന വിശേഷണം. ചെറുക്കൻ എന്നതാടാ പണി? പോലീസിലാമ്മച്ചി. ചെറുക്കന്റെ പേര് നമ്മുടെ പോലീസിന് എന്തു പറ്റി എന്ന് എല്ലാവരും ഇന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുക. ആച്ചത്ത് രാമൻ നായർ വലിയ ഒന്നാ ചെറിയ ഒന്നാ?
ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. ഇപ്പോൾ അറിയുന്നത് DGPക്ക് ഒരു റോളും ഇല്ലെന്ന, ഉപദേശകനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. ഉപദേശകന്റെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ DGP നോക്കുകുത്തിയായി മാറുന്നു എന്നുള്ളതും ഇന്ന് പരക്കെയുള്ള ഒരു അഭിപ്രായമാണ്. കേരളത്തിൽ ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. നാളെ ആരെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയി 3ാം മുറ പ്രയോഗിച്ച് കൊല്ലുമെന്നുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരള പോലീസിൻ്റെ പോക്ക് ശരിയല്ല. കേരള പോലീസിൻ്റെ പ്രവർത്തനത്തിൽ എന്തോ ഗുരുതരമായ വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിന് എന്തോ കാര്യമായ രോഗമുണ്ടായിരിക്കുന്നു. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ചിലപ്പോൾ അള്ളി കീറും. ഇവിടെ ആരാണ് ഈ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നത്? ആരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്? കേരള പോലീസിന് പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും റിപ്പയർ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള നിലയിലേക്ക് കേരള പോലീസ് മാറുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ പോലീസിന് മാതൃകയായ കേരള പോലീസ് ഇന്ന് ലജ്ജാകരമായ അവസ്ഥയിലേക്കാണ് തരം താണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹലോ കൃഷ്ണ, ഗംഗേടാ ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ. ഇത് പിടുത്തൂലാരെയൊന്നും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ വേണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളെ നിയമിക്കുന്നത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് നേതാവായിരുന്ന MM ജേക്കബ് മേഘാലയയിലാണ് ഗവർണറായത്. മഹാരാഷ്ട്ര ഗവർണറായിരുന്ന കോൺഗ്രസ് നേതാവ് ശങ്കർ നാരായണനെ BJP സർക്കാർ സ്ഥലം മാറ്റിയത് നാഗാലാൻഡിലേക്കും. അദ്ദേഹം നാഗാലാൻഡിൽ നിന്ന് ജീവനും കൊണ്ടോടിയത് മറ്റൊരു കാര്യം. പണ്ട് വക്കം പുരുഷോത്തമൻ ഗവർണറായി പോയത് വടക്ക് കിഴക്കൻ പ്രദേശത്തല്ലെങ്കിലും ആൻഡമാനിൽ. ഇപ്പോഴിതാ കുമ്മനം മിസോറാമിൽ ഗവർണറായി ചുമതല ഏറ്റിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും എനിക്കൊരവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് ഇത് എന്നെ രാഷ്ട്രപതി ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ദൗത്യമാണ്. അത് വളരെ വിജയകരമായി നിർവഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. I, Kummanam Rajasekharan, do cheer in the name of God. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. പേടിപ്പെടുത്തും ഇന്ധനവില. ദിവസവും വില വർദ്ധിക്കുന്ന ഒരു ഉൽപ്പന്നമേ ഉള്ളൂ, അത് പെട്രോളും ഡീസലുമാണ്. UPA കാലത്തെ ഇന്ധന വില വർധനയിൽ അസ്വസ്ഥനായി ദിവസവും പ്രസ്താവന ഇറക്കിയിരുന്ന മോദിജി ഭരിക്കുമ്പോഴാണ് ഈ അന്യായ വർധന. ജനങ്ങളെ പേടിപ്പെടുത്താതെ എവിടെയെങ്കിലും ഈ വിലയെ ഒന്ന് പിടിച്ച് കെട്ടാമോ? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ,
തളരുമിതനുദിനം എൻ മനസമനില പോ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റിക്കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. ഈ 4 കൊല്ലം കൊണ്ട് 10 ലക്ഷം കോടി രൂപയാണ് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിൽ മോഡി സർക്കാർ ജനങ്ങളെ കൊള്ളയടിച്ചത്. 10 ലക്ഷം കോടി രൂപ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ, തളരുമിതനുദിനമെൻ മനസമനില പോ. പെട്രോൾ വില വർധനവിന്റെ അടിസ്ഥാനം ഒരു സംശയം വേണ്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ സംസ്ഥാനം ഈടാക്കുന്ന നികുതി വേണ്ടെന്ന് വയ്ക്കാനുള്ള മഹാമനസ്കത ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാണിച്ചെങ്കിൽ ആ നികുതിയും ഈടാക്കി കഴിയുന്നത്ര കുറെ കൂടി പാവപ്പെട്ടവരെ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു മാർഗമാണ് പിണറായി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാർ വിലവർധനവിന്റെ ഫലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന അധിക വരുമാനം വേണ്ടെന്ന് വയ്ക്കും. അതിനെക്കുറിച്ചുള്ള തീരുമാനം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ അന്ത്യം പെട്രോൾ ഡീസൽ ഒഴിച്ച് ഈ സർക്കാരിനെ ജനങ്ങൾ കത്തിച്ച് കളയുന്ന രൂപത്തിൽ ഈ സർക്കാരിന് അന്ത്യം സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലമേ, തളരുമിതനുദിനമെൻ മനസമനില പോ. വീണ്ടും ഇടവേള. സൈക്കിൾ റിക്ഷ തന്നെ ശരണം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. കാളവണ്ടി യുഗത്തിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ ആക്ഷേപകരമായി പറയാൻ വരട്ടെ. പെട്രോൾ വില ഇങ്ങനെ പോയാൽ ലിറ്ററിന് 100 ആവാൻ അധികകാലം വേണ്ട. കാളവണ്ടിയും സൈക്കിൾ റിക്ഷയും തിരിച്ചു വന്നാലും അത്ഭുതപ്പെടേണ്ട. കൊച്ചിയിൽ പി.ടി. തോമസ് MLAയും കൂട്ടരുമാണ് സൈക്കിൾ റിക്ഷ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും കൂടിയ വിലവർദ്ധനവ് ഉണ്ടാക്കിയിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് തെറ്റായ നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഓൾ ഇന്ത്യ അൺഓർഗനൈസ്ഡ് തൊഴിലാളികൾ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭീമമായ വിലവർദ്ധനവിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതനാകും. അതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സമരം എന്ന് മാത്രമേ ഈ അവസരം പറയുന്നുള്ളൂ. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.